അയ്യോ, ആരെങ്കിലും ഉണ്ടോ ഓൺലൈനിൽ? പ്രണവി സാൻ റഫീഖ് രാജ് നായർ ഹായ് ഹലോ എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ധന്യ ബിനോയ് നമസ്കാരം. സന്തോഷ് ബി ബി അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസമാണ്. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും കൂടിയാണ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ വാജ്പേയിയുടെ ജന്മദിനവും കൂടിയാണ്. അപ്പോൾ രുഷാൻ കുമാർ, പ്രകാശ് പപ്പൻ, രാജീവ്, അനിൽ കുമാർ, ഐ ആം ഫ്രം മുംബൈ. ഓക്കെ, അനൂപ് തട്ടേൽ, ജസന്ത് കെ വി. ഇന്നലെ ഞാനൊരു മേരി ക്രിസ്മസിന്റെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു കാണും എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അത് ഉടനടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം സാനിറ്റൈസേഴ്സ് സാനിറ്റി ആണോ? എനിക്കൊരു ഡൗട്ടുണ്ട്. സാനിറ്ററിന് എന്താണ് പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. പ്രഫുൽ കുമാർ ഉള്ളത്തൂർ, സുരേഷ് നമസ്കാരം. അപ്പോൾ നമുക്ക് ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. ആശംസ പറയുന്നത് തിരക്കില്ല എല്ലാവരും. Why only Sangi means why don't go to Africa? അതെന്താണ് മാഷെ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഒന്ന് പറഞ്ഞാട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഐ ആം ഡ്രൈവിംഗ് ബാംഗ്ലൂർ കർണാടക. ഓക്കെ, ഡ്രൈവിങ്ങിൻ്റെ ഇടയിലും ഇവിടെ വന്ന് ലൈവ് ശ്രദ്ധിച്ചതിന് വലിയൊരു താങ്ക്സ്. ബീന മോഹനൻ നമസ്കാരം. ഗിരീഷ് ഹായ് നമസ്കാരം. എന്താ മുടി ഇങ്ങനെ കെട്ടിവെച്ചതൊന്നും? ഇങ്ങനെ കെട്ടിയതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ക്രിസ്മസ് ആയിട്ട് നല്ലൊരു പരിപാടി ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് തന്നെ ഇട്ടുതരാം കേട്ടോ. നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. സന്തോഷ് അച്യുതൻ, രൺദീപ്. അപ്പം ഞാൻ ഇന്നലെ ഈ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. പോസ്റ്റ് അല്ല, വീഡിയോ ആണ് ചെയ്തത്. അതായത് ഒരു ലേഡിക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്നവർ, അവരെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ കുറേ സുഡാപ്പികളും അതുപോലെ തന്നെ അണ്ണന്മാരും അണ്ണിമാരും ഒക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കലാന്ന്. എന്തുവാടേ നിങ്ങളിന്ന് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവര് തന്നെ തുറന്നു പറയുന്നുണ്ട്. അതായത് നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ വാഹനം അത് നവകേരള യാത്രക്ക് വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടതിന് ശേഷമാണ് അവിടെയുള്ള CITന്റെ പ്രവർത്തകർ അവരെ ജോലിക്ക് ഇനി വരണ്ടെന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. ഇത് വേണ്ടാത്ത ഇതിങ്ങനെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചീത്ത വിളിക്കാൻ നിങ്ങളെ അമ്മയോ അല്ലെങ്കിൽ ഉമ്മയോ പെങ്ങളോ ആരെങ്കിലും ഉണ്ട്, അവരെ പോയി വിളിക്കുക. അല്ലാണ്ട് ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് വൃത്തികെട്ട പറയുന്ന ആൾക്കാർ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. ഇങ്ങനെ ദിവസവും കുണുവാവാന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ എന്താ പിന്നെ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ.
ഒരു കുണുവാവ മാത്രമേ ഉള്ളൂ ലോകത്തിൽ വെച്ചിട്ട്. കുണുവാവ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. കേരളത്തിൽ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ നടക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ സുബീന്റെ വിഷയങ്ങൾ വരെ വന്നിട്ടുണ്ട്. അതിനൊന്നും ഇവർക്ക് സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കുണുവാവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് റീച്ച് കിട്ടും. അതുകൊണ്ടാണ് ഈ കുണുവാവ 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 എന്ന് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് അതിന്റെ കുട്ടൻ സെന്നും മനസ്സിലായിട്ടില്ലേ? നാളെ മുതൽ നിങ്ങളും തുടങ്ങിക്കോ ചീത്ത വിളിക്കുക. എനിക്ക് കുറച്ച് പ്രൊമോഷനും ആവും. പിന്നെ എന്താ പറയേണ്ടത്? ഹായ്, നമസ്കാരം. ഓരോ ആൾക്കാരെ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്ലീൻ യുവർ മൗത്ത്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, മനസ്സിലായിനാ? ഞാനും വെല്ലുവിളിക്കുന്നുണ്ട്. ഈ ഇംഗ്ലീഷിൽ വന്നിട്ട് 2 വാക്ക് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞാനും വരാം. മീനാപ്പി കുറുപ്പ്, സരീഷ്, ഇനിയിപ്പം ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇങ്ങോട്ട് 2 വാക്ക് സംസാരിക്കേണ്ടിട്ട് വരണ്ട. ആൾക്കാരുടെ മുമ്പിൽ ഡിക്ഷണറി ഒക്കെ എടുത്ത് വെച്ചിട്ട് പഠിച്ചു വെച്ചിട്ട് സംസാരിക്കാൻ ആർക്കും പറ്റും, അല്ലാതെയാണ് പറയുന്നത്. രാധാകൃഷ്ണൻ മേനോൻ, ഹായ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലുള്ള അമ്മയെയോ അല്ലെങ്കിൽ ഉപ്പയെയോ ഉമ്മയെയോ ചീത്ത വിളിച്ച് നിർവാണ അടയുക. ഞാൻ പറയേണ്ടത് ഞാൻ നിർത്തുമൊന്നുമില്ല. അപ്പം നിങ്ങൾ പറയുന്നു അപ്പോൾ ചീത്ത വിളിക്കാനുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചീത്ത വിളിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആ ചീത്ത വിളീൻ്റെ അകത്ത് വളരെ വൃത്തികെട്ട രീതിയിലാവുമ്പോൾ പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കും ഉണ്ട്. മനസ്സിലായിനോ? രാവിലെ തുടങ്ങിയോ? രാവിലെ തന്നെ തുടങ്ങി. ഇപ്പൊ സമയം ആവുന്നല്ലേ ഉള്ളൂ. കൃഷ്ണദേവൂറിത്ത്, ഹായ് ഹായ് ഹായ്. സുമേഷ്, നമസ്തേ. ഋഷിൽ രവീന്ദ്രൻ, ഹായ്, സുഖമാണ്? ഓ, സുഖം തന്നെ, വളരെ സുഖം. വിശാൽ നാട്ടിക, ഹലോ. ഗ്ലിഷ്, ഹലോ. നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കും ഒന്നും സംസാരിക്കാനില്ല. നവകേരള യാത്ര നല്ല സൂപ്പറാണ് പോലും. അതുപോലെ തന്നെ അന്തംഗമികളുടെയും അർത്ഥത്തില് സൂപ്പറാണ്, വളരെ സൂപ്പർ. 5 ലക്ഷം ആൾക്കാരുടെ പിന്നെ നിവേദനമാണ് മുഖ്യമന്ത്രി വാങ്ങിയത്. അതുപോലെ തന്നെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്നാണ് ചോദിക്കുന്നത് അന്തംഗമ്മികള്. ഇന്നലെ തന്നെ ഒരു പൊട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് പിന്നെ EP ജയരാജൻ പറഞ്ഞൊരു കാര്യം, ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാർ, അതായത് ഈ ഓട്ടിസവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ചെവി കേൾക്കാത്തതും അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റാത്തതുമായ ആൾക്കാർ ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല. അപ്പൊ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവരെ വോട്ട് വേണം കേട്ടോ. ഓപ്പൺ വോട്ട്, ഇപ്പം കണ്ണു കാണാത്ത ആൾക്കാർക്ക് വേഗം ഓപ്പൺ വോട്ടാ ചെയ്യുക. അപ്പൊ ആ ഓപ്പൺ വോട്ട് അവർക്ക് വേണം, പക്ഷെ പ്രതികരിക്കാൻ പാടില്ല. അതെന്തോട് ന്യായം? നിങ്ങൾ തന്നെ പറയുന്നത് അതെന്തുവാണ് ന്യായം? കുണ്ണുവാവയല്ല, കുണുവാവ. അങ്ങനെ വിളിക്കുന്നതോറും എനിക്ക് പ്രായം കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവേത് അതുപോലെ തന്നെ വിളിക്കണം. കാരണം അമ്മായി, അമ്മാച്ച എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊരു രസമില്ല. ബബിൻ മൊകേരി, പല്ല് തേച്ചിട്ടില്ല. ഇല്ലടാ, തേച്ചിട്ടില്ല, ഇപ്പം എണീച്ചിട്ടേ ഉള്ളൂ. വിനോദ്, നമസ്തേ ചേച്ചി. നമസ്തേ. ഹാപ്പി ക്രിസ്മസ് മാസ്റ്റർ ഷാജി. ഹരി അജയ്, നമസ്തേ. അനിൽ കുമാർ, Kerala communist comes to end with this Navakerala sets. Aichoda. Satish, hi. സനു വർഗീസ്, നല്ലൊരു ദിവസമായിട്ട് തെറി വിളിച്ചിട്ട് എന്താ കിട്ടുന്നത്? ഞാൻ എന്ത് തെറിയാണ് ഇവിടെ വിളിച്ചത് എന്ന് പറയണം കേട്ടോ. ഞാൻ എന്ത് തെറിയാണ് ഇവിടെ വിളിച്ച് സംസാരിക്കുന്നത്? ഈ തെറിയുടെ പൂരപ്പാട്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഓൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്താണ് തെറി, ഏതാണ് എന്നൊക്കെ. ഓക്കെ,
ഞാൻ ഇപ്പം പറയുന്നത് മാന്യമായിട്ടുള്ള സംസാരമാണ്. എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല, അതായത് നമ്മളൊരു പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ലൈവും വിചാരിച്ചേ ഉറങ്ങാറില്ല. ഇത് തന്നെയല്ലേ പണി. വാസുദേവൻ സുബ്രഹ്മണ്യൻ, മനീഷ് മണി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ അകത്ത് വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ പിന്നെ ആ സംസാരിക്കുന്ന ആൾക്കാരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മയോടോ പോയിട്ട് ചോദിക്കുക, ഇത് ലിസ്ത പാലക്കലാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ അമ്മേനോടൊന്ന് സംസാരിച്ച് നോക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ തന്നെ പറ. നവകേരള യാത്ര നിരവധി നവകേരള യാത്രയുമായിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. എന്താ ജോലി കിട്ടിയതെന്നറിയാമോ? രതീഷ് TV മുത്തപ്പനെ കണ്ടിരുന്നോ? മുത്തപ്പനെ കാണാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം അവിടെ 10 മണിക്കാ തിരുവപ്പന തുടങ്ങുന്നത് തന്നെ. ഞാനിവിടെ വീട്ടിലാണ് സജീവ്. ക്രിസ്മസ് ആഘോഷമുണ്ട്. സുധീഷ് ജി നമസ്കാരം. അപ്പം സാനിറ്റൈസറിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ? സുധീഷ് അവർക്കറിയാവോ? എനിക്ക് സാനിറ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴുകൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന അല്ലേ ലോഷൻ എന്ന് പറയും. അപ്പം ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. ഗണേഷ് SP ഗണേഷ് ഹായ്, എല്ലാവർക്കും ഹായ്. ഇന്ന് നല്ലൊരു ദിവസമാണ് അല്ലേ, ക്രിസ്മസ്. അപ്പം എല്ലാ ആൾക്കാർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സുജിത് DYFI സുജിത്, ആ പേരിൽ തന്നെയുണ്ട് കുണുന്നുള്ളത് സംഭവം. മാം ഞാൻ കേക്ക് തിന്നാറില്ല. കേക്കൊക്കെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ കേക്കൊക്കെ ഉപയോഗിക്കാനേ പാടില്ല. ചോക്ലേറ്റ്സ് എല്ലാം നിർത്തി. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ചിരിക്കുന്നതായിട്ട് തന്നെയല്ലേ ഞാൻ എന്ത് സങ്കടമുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ മുന്നിൽ ചിരിച്ചും കൊണ്ടേ വരും. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനുള്ള യോഗം നമുക്ക് തന്നെ ഉണ്ടാവണം അല്ലെ. ഞാനൊക്കെ അനുഭവിക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങളെ കാര്യവും. അപ്പം പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഇന്ന് ക്രിസ്മസ് അവധി ആയതുകൊണ്ട് ലവ് ജിഹാദിന് അവധി കൊടുക്കുക. ആ ലവ് ജിഹാദിന്റെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തീർച്ചയായിട്ടും, അതായത് അവരമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അമ്മ എനിക്ക് ഡീറ്റെയിൽ തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലവ് ജിഹാദിന്റെ വിഷയമായിട്ട് ഞാൻ വരും. ഓക്കെ, മനസ്സിലായിനോ? ലിജോ രാജേഷ്, ഒരു പ്രശ്നമില്ലപ്പാ. ഞാൻ വെറുതെ ഒരു ക്രിസ്മസ് ആശംസ പറയേണ്ടിയിട്ട് ലൈവ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അമ്മായി ലുക്ക് തന്നെയാണ് വന്നത്, കണ്ടില്ലേ? കൊണ്ടയൊക്കെ കെട്ടിയിട്ട് അമ്മായി ലുക്കിലാണ് ഞാൻ വന്നത്. ഫർഹ സാദിഖ്, മനീഷ് മണി. ഓക്കെ. സലീം, നിങ്ങൾ ജിമ്മിലും പോകുന്നുണ്ടോ? ഞാൻ പിന്നെ എത്രയായി ജിമ്മിൽ പോന്നു. മെലിയണ്ടിയിട്ട് പോകുന്നൊന്നല്ല കേട്ടാ. ബിന്ദു KV നമസ്കാരം. അപ്പൊ ഇന്നലെ നമ്മളെ BJPയിലേക്ക് രഘുനാഥ് ജി കയറി വന്നിട്ടുണ്ട് അല്ലെ, വെൽക്കം ചെയ്തിട്ടുണ്ട്. പിണറായിന്റെ കൂടെ UDF സ്ഥാനാർത്ഥിയായിട്ട് നിന്നതാണ് രഘുനാഥ് എന്ന് പറഞ്ഞവര്. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതുക. ഓക്കെ. ഷിബി ഹക്കിം, ചിരിച്ചു കൊണ്ട് വന്നാലും ഇടക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അയ്യോടാ. അനീഷ് മോഹൻ ആനന്ദത്, മധ്യപ്രദേശ് BJP സർക്കാർ അങ്ങനെ ആക്കിയിട്ടുണ്ടോ? ഞാൻ അറിയില്ലല്ലോ. സുജിത്ത് അമ്മാവ ഹായ്. ക്രിസ്മസ് യാത്ര കഴിഞ്ഞു. ഇനി നമ്മുടെ നരേന്ദ്രമോദിയെ കാണാൻ തൃശ്ശൂർ. സന്തോഷ് M ഗോപിനാഥ്, ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട്.
ഷൈജിത്ത് കണ്ണൻ ജാടയൊന്നും ഇല്ലടേ. ഇനി എൻ്റെ നാട്ടിലല്ലേ, പിന്നെ എങ്ങനെയാണ് ജാട തരിക? ജാടയില്ലാണ്ടിരിക്കുക. നമ്മളൊക്കെ കണ്ണൂരുകാരല്ലേ, കുറച്ചൊരു ജാട വേണ്ടേ? ഷൈജിത്ത് നമസ്കാരം. പിണറായിന്റെ പാർട്ടിയെ ഞാൻ പറഞ്ഞില്ല, പിണറായിന്റെ കൂടെ മത്സരിച്ചതാന്ന് പറഞ്ഞത് അനീഷേ. മനീഷ് മണി ഏതാണ് നിങ്ങളുടെ നാട്? അപ്പോ ഇതിൻ്റെ അകത്ത് കണ്ണൂരുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു ഹായ് വിട്ടെ. അതുപോലെ തന്നെ തലശ്ശേരിക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഹായ് വിട്ടെ. ഷരീഫ് ഓക്കെ, ഹലോ. ഹായ്. ട്രിവാൻഡ്രം വർക്കല. ഷിംന സനിൽ. ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ തലശ്ശേരി. രഞ്ജിത്ത്. ഞാൻ എല്ലാ അന്തം കമ്മികളോടും അതുപോലെ തന്നെ ഒരുപാട് സുഡാപ്പികളോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നാ, ഇന്നലെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്ത കണ്ടു. അതായത് നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ലേഡിയുടെ ജോലി നഷ്ടപ്പെട്ടു. ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആ ലേഡി, ഓട്ടോ ഡ്രൈവറായിട്ട്. അപ്പം ഇതിനെ പറ്റിയിട്ട് CITയുടെ ആൾക്കാരാ പോലും അവിടെ ഇനി വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്, അത് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. അൻവർ ബാബു നായിൻ്റെ മൂളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യം? വീട്ടിൽ ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ ഇങ്ങനെ വിളിക്കുന്ന ശീലിച്ച് പോയിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്. അത് ശരിയാ, വീട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ ഇത്രയും വൃത്തികെട്ട ആൾക്കാരൊക്കെ വീട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടാവില്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരെങ്ങനെയായിരിക്കും ആ വീട്ടിലെ ആൾക്കാരെ കാണുന്നുണ്ടാകുക എന്നുള്ളത്. ഭാര്യേനെയും വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു അവസ്ഥ നോക്കിയാട്ടെ. അപ്പൊ ആ വീട്ടുകാർ അറിയുന്നുണ്ടാ ഇങ്ങനെ പറയുന്നത്? എവിടാ? അത് അവരുടെ സംസ്കാരം തന്നെയാണ്. അത്രയേ ഞാനും പറഞ്ഞിട്ടില്ല, അവരവരുടെ സംസ്കാരമാണ്. നമ്മളിപ്പം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാന്യതയും, പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകുന്ന ആ മാന്യതയും, പിന്നെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ടാകുന്ന ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ തിരിച്ച് പറയുന്നുണ്ടാകുന്ന മാന്യതയും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിലൂടെ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയാൽ ഒരുവിധം പ്രശ്നമൊക്കെ തീരും. അലിമോൻ കുഞ്ഞൂട്ടി കുണുവാവെന്റെ കുഞ്ഞൂട്ടിയാ. ഹരിദാസ് തലശ്ശേരിയില് ഞാനോ? തലശ്ശേരി തന്നെ. തലശ്ശേരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അത്രയുണ്ടാവും, 3-4 കിലോമീറ്റർ. എന്തിനാ, ബോംബിടാൻ വരാനാണോ? അലിമോൻ കുഞ്ഞൂട്ടി PKA എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. നിന്റെ ഉമ്മ എന്താണ് വിട്ടത് അതുപോലെ തന്നെയാണ് ഞാനും വിട്ടത്, പോരെ? അനീഷ് മോൻ, അമ്മായി നിന്റെ കെട്ടിയോൻ കമ്മിയാണെന്ന് നിങ്ങൾ മാത്രമേ പറയൂ. അവരവരെ ഇഷ്ടമല്ലേ, അവരവരൊക്കെ വോട്ട് ചെയ്യുന്നത്. അവര് CPM-നാ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ CPM-ന് വോട്ട് ചെയ്തോട്ടെ, അതിൽ എനിക്കെന്ത് പ്രശ്നം? ഞാൻ എൻ്റെ കാര്യമല്ലേ പറയുന്നത്, അത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമല്ലേ. സുരേഷ് കുമാർ കണ്ണൂരാണ്. ഓക്കെ. ചാലക്കര ശശികുമാർ ഹല്ലസിത. അപ്പൊ ക്രിസ്മസിന്റെ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ അതിലേക്ക് പോവാണ്ടിട്ട് ഞാൻ കാത്തു നിൽക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാം. ഇപ്പൊ സമയം 9:30 മണിയായി, നമുക്ക് പിന്നെ പോവേണ്ട സമയമായി. അപ്പം തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഓരോ ആൾക്കാർക്ക് ദിൻരൂപ് ഹാപ്പി ക്രിസ്മസ് ഒക്കെ. നിങ്ങളുടെ നാട്ട് എൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മളെ പിണറായി ഏട്ടനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ശുഭദിനം നേരുന്നു. ബൈ.